ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കസ്റ്റഡിയിൽ. രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മുരാരി ബാബുവിനെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇയാളെ SIT ചോദ്യം ചെയ്യുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും മുരാരി ബാബുവിനെ ഇരുത്തി ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി അല്പസമയത്തിനകം MG മിഥുൻ നമുക്കൊപ്പം ചേരും. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്ന് മുരാരി ബാബുവിനെ ശബരിമലയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതീവ രഹസ്യമായിട്ടാണ് SITയുടെ നീക്കങ്ങൾ. ഈ അന്വേഷണത്തിൽ കോടതിയും പ്രത്യേകമായി അത് നിർദ്ദേശിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിൽ മാധ്യമ ശ്രദ്ധയൊന്നും അത്രയ്ക്ക് ഉണ്ടാകാതിരുന്ന ഒരു ഘട്ടത്തിൽ ഇന്നലെ രാത്രി വരെയും മാധ്യമങ്ങളെല്ലാം മുരാരി ബാബുവിന്റെ വീടിന് സമീപത്ത് തന്നെയായി ഉണ്ടായിരുന്നു ഈ അറസ്റ്റ് പ്രതീക്ഷിച്ച്. പക്ഷേ അതിനപ്പുറം മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ ഒന്ന് തിരിയുന്ന ഘട്ടത്തിൽ തന്നെയാണ് SIT ഈ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ദിവസങ്ങളായി മുരാരി ബാബു SITയുടെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ അടുത്തതായി കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നത് മുരാരി ബാബുവിനെ തന്നെയാണ് എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുരാരി ബാബു ഇത് പ്രതീക്ഷിച്ച് തന്നെ ആയിരിക്കാം ഇരുന്നിട്ടുണ്ടാവുക. അദ്ദേഹം വീട്ടിൽ തന്നെ ഇത്രയും ദിവസവും തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. SIT നിരീക്ഷിച്ചു വരികയായിരുന്നു മുരാരി ബാബുവിനെ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു നീക്കമായിരുന്നു. ഇനിയിപ്പോൾ കസ്റ്റഡിയിലുള്ള മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഉടനടി രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാകുമോ SITയുടെ നീക്കം? SITയുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന നമുക്ക് ലഭ്യമാണോ? ആര്യ, അക്കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തു. ഇന്ന് രാവിലെ വീണ്ടും SP ശശിധരന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ? അതല്ല എങ്കിൽ ഇത്തരത്തിൽ നോട്ടീസ് നൽകി പിന്നീട് വരാനുള്ള അല്ലെങ്കിൽ പിന്നീട് വീണ്ടും ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും പ്രാഥമിക ചോദ്യം ചെയ്യൽ ഇന്ന് പൂർത്തിയായിരിക്കും എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ SITയിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മുരാരി ബാബുവിന്റെ കുടുംബം, ഭാര്യയും ഉൾപ്പെടെയുള്ളവർ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ വാഹനങ്ങൾ രാവിലെ തന്നെ അവിടേക്ക് വന്നു ചേരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൂടുതൽ ചോദ്യം ചെയ്ത് അറിഞ്ഞതിന്റെ കാര്യങ്ങൾ, ഒപ്പം തന്നെ നിലവിൽ ഇന്നലെ രാത്രി മുതൽ ഈ ചോദ്യം ചെയ്യൽ ചില കാര്യങ്ങൾ അന്വേഷണ സംഘം സ്വാഭാവികമായും മുരാരി ബാബുവിൽ നിന്ന് ചോദിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിൽ പ്രധാനമായും ഉള്ളത് ഈ എന്തുകൊണ്ട് ഈ സ്വർണ്ണപ്പാളി അതിൽ ചെമ്പ് പാളികളാണ് എന്ന് രേഖപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം, ഈ ദേവസ്വം ബോർഡിൽ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ഒപ്പം തന്നെ ബോർഡിലെ തന്നെ ശക്തനായ ഉദ്യോഗസ്ഥരിൽ ഒരാൾ കൂടിയാണ് മുരാരി ബാബു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള ഈ നീക്കത്തിൽ, ഈ ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങൾ SITക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് എന്താണ് ഈ വിഷയത്തിൽ മുരാരി ബാബുവിന്റെ റോള്, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്, ഒപ്പം തന്നെ ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? കൂടാതെ ഈ റിപ്പോർട്ടിൽ പ്രാഥമികമായി രേഖപ്പെടുത്തിയ ഈ റിപ്പോർട്ടിൽ എങ്ങനെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി, അത് ആരുടെയെങ്കിലും തന്നെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു നടപടി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും SIT ചോദിച്ചറിയുന്നത്. ഒപ്പം തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ചില മൊഴികളുണ്ട്. അത് തമ്മിൽ ഏതെങ്കിലും തരത്തിൽ പൊരുത്തക്കേടുണ്ടോ? ഒപ്പം തന്നെ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വരും മണിക്കൂറിലെ ഒരു വ്യക്തത വരൂ എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 2025 ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ പോലും ഈ റിപ്പോർട്ട് തന്നെയാണ് അതിൽ കാതലായി വരികയും ചെയ്തത്. അതടക്കമുള്ള വിഷയത്തിൽ മുരാരി ബാബുവിന് കൃത്യമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഈ അന്വേഷണ സംഘം കരുതുകയും ചെയ്തത്. അത് വിജിലൻസിന്റെ കണ്ടെത്തലിലും അതേപോലെ തന്നെ SITയുടെ കണ്ടെത്തലിലും ഒക്കെ പ്രഥമ ദൃഷ്ട്യാ തന്നെ
മുരാരി ബാബുവിന്റെ പങ്ക് വ്യക്തമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൈവശം നൽകി വിടുമ്പോൾ ആ മെഹസറിൽ രേഖപ്പെടുത്തിയത് ചെമ്പ് പാളികൾ എന്നുള്ളത് തന്നെയാണ്. സ്വർണ്ണമാണെന്ന് ബോധ്യമുണ്ടായിരിക്കെ അത് ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയത് തന്നെ അത് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നീക്കമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അത്തരത്തിൽ ആ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം 2023-ലും 24-ലും 25-ലും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ സഹായങ്ങൾ വാരിക്കോരി നൽകിയിട്ടുള്ളതും ഈ കൊള്ള മറച്ചു വെക്കാനും അതിന്റെ തെളിവ് നശിപ്പിക്കാനുമുള്ള രേഖകൾ അടക്കം തയ്യാറാക്കിയിട്ടുള്ളതുമെല്ലാം ഈ മുരാരി ബാബു തന്നെയാണ്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ മുരാരി ബാബുവിനെതിരെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടോ, കൃത്യമായി ഏത് റോളാണ് വഹിച്ചിരുന്നത്, അത് മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഈ ചെമ്പ് പാളികൾ എന്ന് മെഹസറിൽ രേഖപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം പ്രധാനമായും SITക്ക് ഇനി കണ്ടെത്താനുള്ളത് ചോദ്യം ചെയ്യലിലൂടെ, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് അദ്ദേഹം നിരവധി തവണ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോഴും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് ഇത്തരത്തിൽ തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായിട്ടുള്ള മുരാരി ബാബു പലതവണയായി ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഒപ്പം തന്നെ താൻ നൽകിയത് ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് എന്നുള്ളതാണ്. പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകുന്നത് തനിക്ക് മുകളിലുള്ളവരാണ് എന്ന് ആവർത്തിച്ച് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത അന്വേഷണ സംഘം തേടുകയും ചെയ്തത്. കാരണം ഏതെങ്കിലും തരത്തിൽ മറ്റാരുടെയെങ്കിലും അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ രേഖപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ദ്വാരപാലകരിലും ഒപ്പം തന്നെ കട്ടിളയിലും നേരിയ തോതിലാണ് സ്വർണം പൂശിയതെന്നും ഇദ്ദേഹം പറയുന്നു. അതുകൊണ്ടാണ് ചെമ്പ് തെളിഞ്ഞതെന്നുമാണ് മുരാരി ബാബു പലതവണ പറയുകയും ചെയ്തിട്ടുള്ളത്. അതൊക്കെ പരിശോധനയിലൂടെ പിന്നീട് അത് കള്ളമാണെന്ന് തെളിയുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഈ സ്വർണം പൂശിയുമായി ബന്ധപ്പെട്ടുള്ള ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള വാദങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് തന്നെയാണ്. അതായത് എനിക്ക് പിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൂടുതൽ പേർ ഈ ഇത്തരത്തിൽ നിയമത്തിന് മുന്നിലേക്ക് വരും, കാത്തിരുന്നോളൂ എന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തതാണ്. അതൊക്കെ ചേർത്ത് വായിക്കപ്പെടുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായത്, അതിലേതെങ്കിലും സഹായം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനടക്കം ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ റോളുണ്ടോ, അതല്ലെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ തന്നെ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഈ അന്വേഷണ സംഘം ചോദിച്ചറിയുകയും ഒപ്പം തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യേണ്ടതുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിർണായകമായ നീക്കം രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തതോടുകൂടി അതിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത തേടുകയാണ് അന്വേഷണ സംഘം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കണം. ഞാൻ മിഥുനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ സാരംഗ് സുധാകരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഞാൻ മനസ്സിലാക്കുന്നത് സാരംഗ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപമാണ് ഉള്ളത് എന്നുള്ളതാണ്. അവിടെയുള്ള നീക്കങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഈ പ്രാഥമികമായ ചോദ്യം